ഓഫീസിൽ ബോസുമായി ചെറിയ പ്രശ്നം, വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല, ലീവ് തരുന്നില്ല, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും പ്രൊമോഷൻ കിട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ വർഷത്തെ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ കിട്ടിയിട്ടുമില്ല. അതും പോട്ടെ, കൂടെ ഉണ്ടായിരുന്ന ഒരാൾ റിസൈൻ ചെയ്തിട്ട് 4 മാസമായി, പുതിയ ആളെ എടുത്തിട്ടുമില്ല. എല്ലാ പരാതിയും ചേർത്ത് HR-നൊരു മെയിൽ അയക്കണം എന്നൊക്കെ ആലോചിച്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ പഴയ കൊളീഗിരുന്ന സ്ഥാനത്ത് പുതിയൊരാൾ. പക്ഷേ അത് മനുഷ്യനല്ല. പിന്നെ ഇത് ആര് എന്ന് മുമ്പ് നമ്മൾ ചോദിക്കാമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ചോദിക്കാൻ ആരും ധൈര്യപ്പെടില്ല. കാരണം എന്താണെന്നല്ലേ? അതെ, മനുഷ്യൻ്റെ കൂടെയോ ചിലയിടങ്ങളിൽ മനുഷ്യന് പകരക്കാരനായി ജോലി ചെയ്യാൻ പറ്റുന്ന വെർച്വൽ എംപ്ലോയീസ്. സംഗതി തന്നെ. അവർക്ക് ലീവ് വേണ്ട, ഇൻക്രിമെൻ്റ് വേണ്ട, പ്രൊമോഷൻ വേണ്ട, ലഞ്ച് ബ്രേക്ക് വേണ്ട, ട്രെയിനിങ് വേണ്ട, ഒരു പരാതിയും പറയാതെ വർക്ക് ചെയ്തോളൂ. ആകെ വേണ്ടത് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യേണ്ടി വരുന്നു മാത്രം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന AI ഏജൻസ് ആണിവർ. 2025 തന്നെ AI ഏജന്റുകൾ കമ്പനി ജോലിയിൽ പ്രവേശിക്കുകയും അതുവഴി കൂടുതൽ ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ. OpenAI സ്ഥാപകനും CEO-യുമായ സാം ആൾട്ട്മാൻ അദ്ദേഹത്തിന്റെ ബ്ലോഗ് പോസ്റ്റിൽ വഴിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ചില കമ്പനികൾ ഇതിനുള്ള നീക്കം അതിവേഗം തുടങ്ങിയതാണ് റിപ്പോർട്ടുകൾ. മെക്കൻസി എന്ന കമ്പനി മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് ക്ലയന്റ് എൻക്വയറി കൈകാര്യം ചെയ്യാനുള്ള AI ഏജന്റുകളുടെ നിർമ്മാണത്തിലാണ്. അതുപോലെ OpenAI തന്നെ നിർമ്മിക്കുന്ന ഓപ്പറേറ്റർ AI ഏജന്റ് കോഡിംഗ്, ട്രാവൽ ബുക്കിംഗും ഒക്കെ പോലെയുള്ള കടുകട്ടി ജോലികൾ ചെയ്യാൻ പാകത്തിലുള്ളതാണെന്ന് പറയുന്നു. പല മേഖലകളിലും ഇനി AI ഏജന്റുകൾ കടന്നുകൂടുന്ന ചുരുക്കം. അതുവഴി ജോലിയുടെ രീതികൾ മാറുകയും ചിലതൊക്കെ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. ലോകത്ത് 300 മില്യൺ തൊഴിലുകൾ AI കാരണം ബാധിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്ക് പ്രകാരം 60% ജോലികൾ AI വളരുന്നതോടെ മാറും എന്ന് തന്നെയാണ്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും കൃത്രിമ ബുദ്ധിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ മനുഷ്യർക്കുള്ള സൃഷ്ടിപരമായ കഴിവുകൾ AIക്ക് ഉണ്ടാവില്ല. ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ശില്പം, അതിന് യുണീക്കായി ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ ടച്ച് അത് AIക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. മറ്റൊരു വലിയ കാര്യം മനുഷ്യ വികാരങ്ങൾ തന്നെയാണ്. സന്തോഷവും ദുഃഖവും മനസ്സിലാക്കാനും അനുഭൂതികൾ പങ്കുവെക്കാനും AIക്ക് നിലവിൽ സാധ്യമല്ല. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ രോഗിയുടെ മാനസികാവസ്ഥയും വിവരങ്ങളും മനസ്സിലാക്കി ചികിത്സ നൽകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ മനസ്സിലാക്കി അധ്യാപകൻ നൽകുന്ന പ്രോത്സാഹനം എന്നതുപോലെ എമ്പതിയുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പകരം വെക്കാൻ AIക്ക് കഴിയില്ല. അതുകൊണ്ട് ഏത് ജോലിയിൽ AI വന്നാലും മനുഷ്യന്റെ ഒരു ടച്ച് വേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളത്ര ബുദ്ധി ആർക്കും ഉണ്ടാവില്ലെന്നാണോ പറയപ്പെടുന്നത്. AI മനുഷ്യനെ പൂർണ്ണമായി മാറ്റാൻ വന്നതല്ല, പകരം അത് മനുഷ്യരുടെ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. മനുഷ്യൻ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ AI ഏറ്റെടുത്താൽ നമുക്ക് ക്രിയേറ്റീവായി ചിന്തിച്ച് പ്രൊഡക്റ്റീവായി വേറെ വഴിക്കും പോകാം. എന്തായാലും നമ്മുടെ എല്ലാ ജോലികളിലും മനുഷ്യ മൂല്യങ്ങളും കൂടി ഇഴുകിച്ചേർന്നതായിരിക്കുമല്ലോ. ക്രിയേറ്റിവിറ്റിയും മാനുഷിക മൂല്യങ്ങളും ചേരുമ്പോഴാണ് ഒരു സുന്ദരമായ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. മനുഷ്യ മനസ്സിന്റെ മായാജാലം ഒരു കോഡിനും പ്രോംപ്റ്റുകൾക്കും പുനഃസൃഷ്ടിക്കാനാവില്ല. എങ്കിലും തൊട്ടടുത്ത് ഒരു AI കൊളീഗിനെ കണ്ടാൽ ആരും ഞെട്ടണ്ട, കൂടെ കൂട്ടിക്കോ, ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നമുക്ക് അതിനെ അങ്ങ് ഉപയോഗപ്പെടുത്തിയെടുക്കാം.